ഹലോ ഗേയ്സ്, അങ്ങനെ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കുഞ്ഞാടെ കല്യാണം ഇങ്ങെത്തി. സെപ്റ്റംബർ 1 തിങ്കളാഴ്ചയാണ് കുഞ്ഞാടെ കല്യാണം വരുന്നത്. കുഞ്ഞാടെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞാനും എൻ്റെ ഉമ്മച്ചിയും വാപ്പച്ചിയും 2 അനിയത്തിമാരും പിന്നെ മാമച്ചിയുടെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട് കൂടെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ചെന്ന ഷോപ്പ് എന്ന് പറയുന്നത് കടക്കിലുള്ള അറ്റ്ലസ് എന്ന ഷോപ്പിലേക്കാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു നല്ല കളക്ഷൻസിലുള്ള ഡ്രസ്സ് കിട്ടുമെന്ന്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ തല കറങ്ങിപ്പോയെന്നോണം പറയാൻ. അവിടെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. നല്ല വെച്ചാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞങ്ങൾ കേട്ട് ഉള്ള ഒരു അറിവിലാണ് അങ്ങോട്ട് ചെന്നത്. നല്ല കളക്ഷൻസ് ഉണ്ട്, വില കുറവാണ് എന്നൊരു അറിവിലാണ് ഞങ്ങൾ അങ്ങോട്ട് ചെന്നത്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല ഇത്രയും നല്ല കളക്ഷൻസ് അവിടെ ഉണ്ടായിരിക്കുമെന്ന്. അവിടെ ചെന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ വാപ്പാക്ക് ആദ്യം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറി. വാപ്പാക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറിയപ്പോഴത്തേക്കും ഏത് ഡ്രസ്സ് എടുക്കണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരുപാട് നമ്മൾ അവിടെ നിന്നു. കുറേ നേരം വാപ്പാക്ക് ഷർട്ട് എടുക്കാൻ വേണ്ടി നിന്നു. അങ്ങനെ വാപ്പാക്ക് ഒരു ഷർട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വാപ്പാക്ക് മാമി ഒരു ഷർട്ട് സെലക്ട് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും വേറൊരു ഷർട്ട് ആ ചേച്ചി എടുത്തിട്ടു. അപ്പോഴത്തേക്കും അനിയത്തിക്ക് അത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ പറഞ്ഞു അത് കൊള്ളില്ല, നമ്മൾ വാപ്പാക്ക് ഒരു ജീൻസ് അവിടെ നിന്ന് തന്നെ എടുത്തിരുന്നു, ആ ജീൻസിൻ്റെ കൂടെ മാച്ച് അല്ല എന്ന് പറഞ്ഞു. പിന്നെ വാപ്പാക്ക് വേറൊരു ഷർട്ട് സെലക്ട് ചെയ്ത് ഞങ്ങൾ നേരെ കുട്ടികളുടെ സ്ഥലത്തേക്ക് പോയി. കുട്ടികളുടെ സ്ഥലത്തേക്ക് പോയപ്പോഴത്തേക്കും അവിടെ ഒരുപാട് ടോപ്സും ഫ്രോക്സും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയും കൺഫ്യൂസായിപ്പോയി ഏതെടുക്കണമെന്നറിയാതെ. അങ്ങനെ മാമിയാണെങ്കിൽ അവിടെ എൻ്റെ 2 അനിയത്തിമാർക്കും ഡ്രസ്സ് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇങ്ങനെ ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ബാക്കിയുള്ള ഡ്രസ്സുകളോടെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് മാറിപ്പോയി ഡ്രസ്സൊക്കെ ഷൂട്ട് ചെയ്തു. കുട്ടികൾക്കുള്ള ഫ്രോക്സ് ഉൾപ്പെടെ ടോപ്പ് അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. എല്ലാം വളരെ വിലക്കുറവിലാണ് അവിടെ ഉള്ളത്. എല്ലാം വളരെ വിലക്കുറവിലാണ് അവിടെ ഉള്ളത്. അങ്ങനെ എല്ലാവരും അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ എനിക്കാണെങ്കിൽ നല്ല സങ്കടമായിട്ടോ. കാരണം എന്താണെന്നല്ലേ, ഞാനാണെങ്കിൽ എനിക്ക് കുഞ്ഞിൻ്റെ കല്യാണത്തിനിടാൻ വേണ്ടി ഒരു ലെഹങ്കയുടെ മെറ്റീരിയൽ ഞാൻ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തു ഗൈസ്. എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ അതാണെന്നാണ് ഞാൻ പറയുള്ളൂ. എനിക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കും സങ്കടമായി. ഇത്രയും നല്ല കളക്ഷൻസ് ഉണ്ടായി, ഞാൻ എന്തിനാ അങ്ങനെ ഓർഡർ ചെയ്തതെന്നുള്ള സങ്കടം വന്നു. അതാണ് എൻ്റെ മുഖത്തിൽ കാണുന്നത്. പിന്നെ ഞാൻ കരഞ്ഞ് കാലൊക്കെ പിടിച്ച് ഉമ്മാരയിൽ നിന്ന് ഒരു ടോപ്പൊക്കെ വാങ്ങിപ്പിച്ചു. പിന്നെ ഞങ്ങൾ ഉമ്മയെ കൊണ്ട് ഒരു ടോപ്പ് വാങ്ങിപ്പിച്ചതിൻ്റെ സന്തോഷം എൻ്റെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കുട്ടികൾക്കൊക്കെ പറ്റി വേറെ ടോപ്പുകളുടെയൊക്കെ കളക്ഷൻസൊക്കെ പോയി നോക്കി. അവിടെ അങ്ങനെ കുറച്ച് നേരം കുട്ടികളിലേക്ക് നോക്കി കറങ്ങി അങ്ങനെ നടന്നു. അനിയത്തിക്കൊക്കെ എന്നിട്ടും ഉമ്മായും വാപ്പായും ഒന്നും സെലക്ട് ചെയ്തു. പിന്നെ അവർ വേറെ അങ്ങോട്ടൊക്കെ ചെന്ന് നോക്കി അനിയത്തിക്കുള്ള സെലക്ട് ചെയ്ത് ഞങ്ങൾ നേരെ പോയത് ഉമ്മാക്ക് എടുക്കാനായിട്ടാണ്. ഉമ്മാക്ക് എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അവിടെ ഉമ്മാടെ സൈസിനില്ല, XXL ഉള്ളൂ. പിന്നെ ഞങ്ങൾ അതെടുത്ത് ഞങ്ങൾ ഇറക്കവും കുറച്ച് വണ്ണവും ഒന്ന് ഷേപ്പ് ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പ് എടുത്തിട്ട് ഞങ്ങൾ ഫൈനലി ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. ബില്ല് ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അവിടെ ചെറിയൊരു തമാശ നടന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് അവിടുത്തെ 2 ചേച്ചിമാരും ഒരു ചേട്ടനും അവിടുത്തെ സെയിൽസ് ബോയും സെയിൽസ് ഗേളും ആയിരുന്നു വീഡിയോ എടുക്കുന്നതെന്നൊക്കെ ചോദിച്ച് അങ്ങനെ കുറേ തമാശയായി. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി.